ഇൻഷാ അല്ലാ. മദ് ആരിദ് ലി സുക്കൂൻ എന്നാണ്. മദ് ആരിദ്, മദ് ആരിദ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. എന്താണ് മദ് ആരിദ്? പക്ഷെ നമുക്കെല്ലാം അറിയുന്നതാണ്, നമ്മൾ പാരായണത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന സംഭവം തന്നെയാണ് അത്. അതിൻ്റെ കുറച്ച് ഹുക്കുമുകൾ പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കാം നമുക്ക്. വഖഫ് ചെയ്യാൻ വേണ്ടി മദ്ദുള്ള ഒരു വാക്കിന്റെ അവസാനത്തിൽ താൽക്കാലികമായിട്ട് സുക്കൂന് നൽകുന്നു. താൽക്കാലികമായിട്ട് മദ്ദായത് സാധാരണ തൊബിയായിട്ടുള്ള മദ്ദായിരിക്കും. ആ മദ്ദിന്റെ അവസാനത്തിൽ തൊബിയായ മദ്ദിന് ശേഷം വരുന്ന അക്ഷരത്തിന് സുക്കൂന് നൽകി നമുക്ക് വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സുക്കൂന് നൽകാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന മദ്ദിനാണ് മദ് ആരിൽ എന്ന് പറയാം. മദ് ആരിൽ ലി സുക്കൂനാണ്, സുക്കൂന് നൽകുന്നത് കാരണം, അല്ലേ? ആരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികം, താൽക്കാലിക മദ്. ആരിലിന്റെ അർത്ഥമാണ് താൽക്കാലികമായി, ടെമ്പററി ആയിട്ടുള്ള ഒരു താൽക്കാലിക മദ്. അതാണ് അതിന്റെ ഒരു അർത്ഥമായിട്ട് പറയുന്നത്, താൽക്കാലിക മദ്. ഓക്കെ. പിന്നെ തൊബിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ആ മദ് പുതിയൊരു മദ്ദായിട്ട് മാറും. തൊബിയായ മദ്ദിൽ എന്ന് പറയാൻ പറ്റൂല. തൊബിയായ മദ്ദിന് ശേഷം വരുന്ന ഹർഫിന് സുക്കൂനാണ്. അപ്പോ അങ്ങനെ വഖഫ് ചെയ്യുന്ന സമയത്ത് ആണ് ഈ ഒരു മദ് വരുന്നത്. അതിനാണ് മദ് ആരിൽ എന്ന് പറയുന്നത്. ആരിലായിട്ടുള്ള മദ് പാരായണം ചെയ്യുന്ന ആൾ അവിടെ നിർത്തുന്നില്ലെങ്കിൽ സാധാരണ മദ്ദായിട്ടാണ് അത് പരിഗണിക്കുകയും ചെയ്യുക. ഓക്കെ. ഉദാഹരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഉദാഹരണം നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ നിങ്ങൾ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. മീം കസ്ര യ മദ്ദാണ്, ശേഷം നൂന് ഫത്ഹ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ തൊബിയായ മദ്ദിന് ശേഷം വരുന്ന ഹർഫിന് സുക്കൂന് നൽകിയിട്ട് നമ്മൾ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാണ്, വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹർഫിന് സുക്കൂന് നൽകുകയാണ്. അങ്ങനെ സംഭവിക്കുന്ന മദ്ദിന് പറയുന്ന പേരാണ് എന്ത്? മദ് ആരിൽ ലി സുക്കൂൻ എന്നാണ്. മദ് ആരിൽ ലി സുക്കൂൻ, സുക്കൂന് കാരണം സംഭവിക്കുന്ന താൽക്കാലിക മദ് എന്ന് പറയാം നമുക്ക് മലയാളത്തിൽ. സുക്കൂന് നൽകുന്നത് കൊണ്ട് സംഭവിക്കുന്ന മദ് എന്ന് പറയാം. അപ്പോൾ ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഇനിയിപ്പോൾ അത് വഖഫ് ചെയ്യുന്നില്ല, പാരായണം ചെയ്യുന്ന ആൾ വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ അതെന്തായി മാറും? തൻസീലും മിർ റബ്ബിൽ ആലമീൻ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ. ഇവിടെയും നമുക്ക് കാണാം രണ്ടാമത്തെ ആയത്തിൽ അൽ അഖാവീലി എന്നാണ്, വീലി. അപ്പൊ വാവ് കസ്ര യ മദ്, ശേഷം വരുന്ന ഹർഫിന് സുക്കൂന് നൽകിയിട്ട് താൽക്കാലികമായിട്ട് വഖഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആ കസ്രക്ക് പകരം സുക്കൂന് നൽകുകയാണ്. അങ്ങനെ സുക്കൂന് നൽകുന്ന സമയത്ത് അവിടെ ഒരു പുതിയ മദ്ദാണ്, പുതിയ മദ് വരുന്നു. ആ മദ്ദിന് വിളിക്കുന്ന പേരാണ് മദ് ആരിൽ ലി സുക്കൂൻ. സുക്കൂന് കാരണം സംഭവിക്കുന്ന താൽക്കാലിക മദ്, അല്ലെ സുക്കൂന് കാരണം സംഭവിക്കുന്ന മദ്, അതിനാണ് മദ് ആരിൽ എന്ന് പറയുന്നത്. അവിടെ വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണോ ആ രീതിയിൽ പോകും. വഖഫ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഈ ഒരു റൂള് സംഭവിക്കുന്നത്. അതായത് സാധാരണ മദ്ദിന് ശേഷം വരുന്ന ഹർഫിന് സുക്കൂന് നൽകുക, അത് വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമലി അതിനെന്തല്ല, സുക്കൂനല്ല, നോർമലി സുക്കൂനല്ല. പക്ഷെ നമ്മൾ അത് വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് സുക്കൂന് നൽകാണ്. അങ്ങനെയുള്ള മദ്ദിന് പറയുന്നതാണ് മദ് ആരിൽ ലി സുക്കൂൻ എന്ന്. ഇനി നമുക്ക് കുറച്ച് പിന്നെ ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ നോക്കൂ നിങ്ങൾ, ബൊമ്മക്ക് ഉദാഹരണമാണ്. ഖുദൂഹു ഫഗുല്ലൂഹു എന്നാണ്. അതും സെയിം തന്നെ. ഖുദൂഹു ഫഗുല്ലൂഹ്. ഒരാളിപ്പോ അത് വഖഫ് ചെയ്യാണ്ട് പോവാണെങ്കിൽ ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സ്വല്ലൂഹ്. അപ്പോ ഇപ്പം ഇതിപ്പം ദൊമ്മയിലാണ് കാണിച്ചത്, ഫത്ഹ കെസ്ര ഇപ്പൊ ദൊമ്മയിലും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ നോർമൽ കേസിൽ പാരായണം ചെയ്ത് പോകുന്നതാണ്, ആർക്കും തെറ്റാത്ത ഒരു ടോപ്പിക്കാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാന്നേ ഉള്ളൂ, അതിന്റെ ഹുക്മും കാര്യങ്ങളൊക്കെ. അടുത്തതൊന്ന് നോക്കൂ. ഇതാരെങ്കിലും ഒന്ന് പാരായണം ചെയ്തോളൂ. ഒന്ന് വഖഫ് ചെയ്തിട്ട് പാരായണം ചെയ്തു, ഒന്ന് വഖഫ് ചെയ്യാണ്ട് രണ്ടാമത്തേൽ വഖഫ് ചെയ്തു, ഒന്ന് പാരായണം ചെയ്യാൻ പറ്റും? ഞാനോതാ. ഓതിക്കോളൂ. وَإِنَّ لَكَ لَأَجْرًا غَيْرَ مَمْنُونٍ
وإنك لعلى خلق عظيم. ഖുൽഖിൻ അല്ല ഖുലൂഖിൻ ആണ്, ലാമിന് ഷദ്ദാണ്. ഓക്കെ. ഓക്കെ. ഇനി അതൊന്നും നിങ്ങൾ വഖഫ് ചെയ്യേണ്ട മൂന്നും നാലും, നാലില് വഖഫ് ചെയ്ത്, മൂന്നില് വഖഫ് ചെയ്യേണ്ട, നാലില് വഖഫ് ചെയ്തിട്ടൊന്ന് പാരായണം ചെയ്യൂ. ഓക്കെ. അപ്പോൾ എന്ത് സംഭവിക്കും? وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم. തെറ്റല്ല. മംനൂനിൻ വ എന്നാണോ, വ ഇന്ന ലക്ക വ ഇന്നക്ക എന്നാണോ? മംനൂനിൻ വ എന്നാണോ, അല്ലെങ്കിൽ ഗൈറ മംനൂനിൻ വ ഇൻ? മണിക്കണം. അവിടെ ഇദ്ഗാം സംഭവിക്കുന്നില്ലേ? തൻവീനിന് ശേഷം വാവ് വന്ന്, അപ്പൊ അത് അപ്ലിക്കബിൾ ആവണം. അവിടെ എന്താണോ അവസാനം വരുന്ന ഹർഫിന്റെ ഹാല്, ആ ഹാലിന് ശേഷം വരുന്ന നിയമങ്ങള് അടുത്തതിൽ ബാധകമാവണം. വഖഫ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. അവിടെ എന്താണ്, സുക്കൂന് നൽകിയിട്ട് ആരിലായിട്ട് വഖഫ് ചെയ്യാം. വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ ശേഷം എന്താണോ വരുന്നത് അത് നോക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പാരായണം ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുള്ളല്ലേ? ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. അടുത്തതൊന്ന് നോക്കാം നമുക്ക്. വേറൊരാള് പാരായണം ചെയ്യൂ. ഇതെങ്ങനെ പാരായണം ചെയ്യാ? വേറൊരാള് ഞാൻ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാ റബ്ബിക യൗമഇദിൽ അവിടെ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ഓക്കെ. ഇതിനിൽ ഇതിനിൽ എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കാത്ത ഒരു ടോപ്പിക്കാണ്. മുമ്പ് ഇങ്ങനെ ചോദിച്ചത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോ അൽ മസാഖ് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ കട്ടി കൂട്ടിയത്? അവിടെ സീന് മദ് തബീഅനി, അതിനുശേഷം വഖഫ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ. അവിടെ ഖാഫ് നിങ്ങൾ വെളിവാക്കിയല്ലോ. അതെ. എന്തുകൊണ്ടാ ഖാഫിനെ വെളിവാക്കിയതോ? ഖാഫിനെ വെളിവാക്കിയത് വഖഫ് ഖാഫ് കൽക്കലയാണ്. യെസ്, കൽക്കല ആയതുകൊണ്ടാണ് അവിടെ മസാഖ് കൃത്യമായിട്ട്. അവിടെ ആ ഖാഫിന് ദൊമ്മയാണ്, പകരം നമ്മൾ സുക്കൂന് നൽകും. സുക്കൂന് നൽകുമ്പോൾ അത് എന്തും കൂടി ആയിട്ട് മാറും. മദ് ആരിൽ സുക്കൂന്, അതിന്റെ നിയമങ്ങളൊക്കെ പിന്നെന്താണ്, മഅൽ കൽക്കല എന്നും കൂടി പറയണം. കൽക്കലയാണ് എന്ന്. കാഫ് സാക്കിന ഐന്ദൽ വഖഫ്, മഅൽ കൽക്കലയും കൂടിയാണ് അത്. കൽക്കല ആയതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് പാരായണം ചെയ്ത് കൃത്യമായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹ്. ഓക്കെ, ഇതെങ്ങനെ പാരായണം ചെയ്യും? ആരാ പാരായണം ചെയ്യാ? ആരാ പാരായണം ചെയ്യാ? ഞാൻ പറയാം. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമി. അവിടെ എങ്ങനെ നമ്മള് വഖഫ് ചെയ്യാണെങ്കിൽ എങ്ങനാ? തുആമി. തെറ്റല്ല, എങ്ങനാണോ? ആ മദ്ദിന്റെ ചിഹ്നം വെച്ചിട്ട് എന്ത് മദ്ദായിരുന്നു അത്? സിലാ കുബ്രയാണ്. സിലാ കുബ്രയ്ക്ക് ശേഷം ഒന്നും കാണുന്നില്ലല്ലോ. ഒന്നുമില്ല, ശേഷം ഒന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ അതെങ്ങനെ വഖഫ് ചെയ്യൂ? സുക്കൂനല്ലേ? ഇനിയിപ്പോ ഈ ആയത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പാരായണം ചെയ്യും? ഇപ്പൊ നേരത്തെ നിങ്ങള് ഇലാ ത്വാമിഹി എന്ന് പറഞ്ഞ് ഒന്ന് പാരായണം ചെയ്ത് നോക്കി. കൂട്ടി ഓതിട്ടോ? ഇലാ ത്വാമി മുതൽ ഓതിയാ മതി, നിങ്ങൾക്ക് ശ്വാസം കിട്ടും. ഇലാ ത്വാമിഹി അന്ന. ഓക്കെ, അപ്പൊ റെഡിയായി. അപ്പൊ അവിടെ ആ മദ്ദിന്റെ പിന്നെ അലാമത്ത് വരാൻ കാരണം അടുത്ത ആയത്തിൽ എന്തുണ്ട്, ഹംസ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ മദ്ദിന്റെ അലാമത്ത് വന്നത്. നോർമൽ കേസിൽ അത് വഖഫ് ചെയ്യാൻ അവിടെ തൊബിയായിട്ടുള്ള മദ്ദിന് ശേഷമല്ല ആഹു വരുന്നത്. അപ്പൊ ആ ഹാ എപ്പോഴും ഈ സില വരുന്ന ഹാ സുക്കൂന് ഇൻദൽ വഖഫായിട്ട് മാറും, ഹാ സാക്കിനായിട്ട് മാറും. മദ് കളയപ്പെടും. കാരണം എന്താണ്, അതിന്റെ ഒരു നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈനൽ മുതഹരിക്കൈനാണ്. ഇവിടെ എന്തില്ല, ശേഷം ഒന്നുമില്ല, ഹാലും തീരുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് എന്തല്ല, സില സംഭവിക്കുന്നില്ല. എന്താണ് മീമിന്റെ ശേഷം യാളുണ്ടെന്നുള്ള ഓർമ്മയിലാണ് അവൻ ഓതിയത്.
അപ്പോഴും ആ സിലന്റെ ഇത് എങ്ങനെയായാലും വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന് നൽകിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അവിടെ മദ് ഉണ്ടെങ്കിൽ പിന്നെ തൊബിയായ മദ്ദിന് ശേഷമാണെങ്കിൽ ഓക്കെ, അങ്ങനെ സംഭവിക്കും. അല്ലാത്ത കേസിൽ എന്തില്ല, മദ് ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് സുക്കൂന് നൽകിയിട്ടാണ്. ഓക്കെ. ഈ രണ്ടാമത്തെ ആയത്ത് എങ്ങനെ വഖഫ് ചെയ്യാ നിർത്തുമ്പോ? അന്നാ സ്വബബ്നൽ മാഅ സ്വബ്ബ. ഓക്കെ ഓക്കെ. മദ് എന്ത് മദ്ദാണത്? തൊബി ഹർക്കത്താൻ. തൊബിയാണ്. അതിനെന്തോ ഒരു പേര് നമ്മൾ പഠിച്ചിട്ടില്ലേ? മദ് ഇവദ്. മദ് ഇവദ്. മദ് ഇവദ് അല്ലേ? മറന്നുപോയോ? മറന്നുപോയി. ഓക്കെ, ഇൻഷാ അല്ലാഹ് ശരിയായിക്കോളൂ. അപ്പൊ നമുക്ക് മദ് ആരിൽ സുക്കൂനിന്റെ ഹുക്മ് ജായിസ് ആണ്. ജായിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം? മദ്ദും ചെയ്യാ, കസ്റും ചെയ്യാ, രണ്ടിനും അനുവാദം ഉണ്ട്. അതിന്റെ മിഖ്ദാർ 2, 4, 6 ദീർഘം നൽകിയിട്ട് പാരായണം ചെയ്യലാണ് മദ് ആരിൽ. മദ് ആരിദ് 2, 4, 6 ഹർക്കത്ത് സമയം നൽകിയിട്ട് പാരായണം ചെയ്യുക. അതിൽ പാരായണത്തിന്റെ ഭംഗിക്ക് ഏറ്റവും ബെറ്റർ മദ് നൽകി പാരായണം ചെയ്യാൻ. 4, 6 ദീർഘത്തിൽ പാരായണം, ആ ഒരു പിന്നെ മദ് നൽകിയിട്ട് പാരായണം ചെയ്യലാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ. അതിന്റെ ഒരു തഹജി നമുക്ക് കാണാം. അർ റഹീമി എന്നാണ്, അത് നമ്മൾ വഖഫ് ചെയ്യാണ്. അർ റഹീം സുക്കൂൻ നൽകിയിട്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നെ തഹജിയാണ് താഴെ കാണുന്നത്. ഇങ്ങനെയാണ് വരിക: ഹ കസ്ര യ മദ് ആരിൽ ലി സുക്കൂൻ. ഹ കസ്ര യ മദ്, ഹ കസ്ര യ മദ് ആരിൽ ലി സുക്കൂൻ ജായിസ് ഇസ്നാൻ ഔ അർബ ഔ സിത്ത ഹർക്കാത്ത് മീം സാക്കിന ഐന്ദൽ വഖഫ്. മീം സാക്കിന ഐന്ദൽ വഖഫ്. വഖഫ് ചെയ്യുന്നത് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു മദ് ആരിൽ സുക്കൂൻ നൽകുന്നത് കൊണ്ടാണ് മദ് ആരിൽ സംഭവിക്കുന്നത്. അത് ഐന്ദൽ വഖഫാണ്. മീം സുക്കൂൻ, മീമിന് എന്ത് ചെയ്യാണ്? വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സുക്കൂൻ നൽകുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ തഹജി. ഹ കസ്ര യ മദ് ആരിൽ ലി സുക്കൂൻ ജായിസ് ഇത്നാൻ ഔ അർബ ഔ സിത്ത ഹർക്കാത്ത് മീം സാക്കിന ഐന്ദൽ വഖഫ്. ഓക്കെ. എഴുതിയെടുക്കുന്നുണ്ട് എഴുതിയെടുത്തോളൂ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പിന്നെ ഇത് നോക്കാം. അല്ല ഇവിടെ 6 വരെ നീട്ടാനുള്ള റൂൾ ഉണ്ട് അല്ലേ? അതെ, 6 വരെ നീട്ടാം. 4, 2, 4, 6. അപ്പൊ അത് നീട്ടിട്ട് പാരായണം ചെയ്യലാണ് പാരായണത്തിന് ഭംഗി, കൂടുതൽ ഭംഗി അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് ചിലത് പിന്നെ ശ്വാസം കിട്ടാത്തൊക്കെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ 2 ആക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരാള് റഹീം എന്നുള്ള റഹീം റഹീം എന്നോതിയാലും ശരി, രണ്ടോതിയാലും ശരിയാണ്. രണ്ടോതിയാലും ശരി. റഹീം എന്ന് മതി, ജായിസ് ആയതുകൊണ്ട്. അത് കസർ ചെയ്യാനുള്ള അനുവാദം ഉണ്ട്, അപ്പൊ അങ്ങനെ ഓതിയാലും കുഴപ്പമില്ല. ഓക്കെ. ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾ എന്നെ പറഞ്ഞോളൂ. മദ് ഐന്ദൽ വഖഫ്, ഇവിടെ എങ്ങനെയാണ് മദ് വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മദ് വരുന്നത്? എങ്ങനെ സാറേ? ഓക്കെ. അത് എങ്ങനെയാണ് വഖഫ് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന്റെ പേരെന്താ? അത് മദ് ഇവദല്ലേ? മദ് ഇവദ് ഹർക്കത്തൈൻ അല്ലേ? മദ് ഇവദ് ഹർക്കത്തൈൻ ഐന്ദൽ വഖഫ്. ഐന്ദൽ വഖഫ്. ഓക്കെ. അങ്ങനെയാണ് എന്തെങ്ങനെ വഖഫ് ചെയ്യാ? എങ്ങനെ? അല്ലേ? അതെ. ഇതെങ്ങനെ നമ്മൾ തേജ് ചെയ്യാ? ഇപ്പൊ ആ കൺഫ്യൂഷൻ അല്ലേ ഇതിപ്പോ? ഇതിപ്പോ ശരിക്കും നമ്മൾ മുമ്പ് പഠിച്ച കണക്കൊക്കെ ആണെങ്കിൽ എന്താണിത്? മദ് എന്ത് മദ്ദാണ്? മദ് മുത്തസിലാണ്. അപ്പൊ ഇതിപ്പോ എങ്ങനെ നമ്മള് പിന്നെ തഹജ്ജി ചെയ്യാ? ഇത് വഖഫ് ചെയ്യാണെങ്കിൽ, ഐന്ദൽ വഖഫ് ആണെങ്കിൽ ആരിൽ സുക്കൂനാവും. ആവും. അല്ല, ഹംസ സാക്കിന.
ഏ? ഇത് നിർത്തുന്ന സമയത്ത് ആരിലായിട്ട് അതെ വരും. അതെ ഇതിന്റെ ഒരു ചെറിയൊരു ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു മദ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മദ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഒറ്റ മിനിറ്റ്, ഇത് ചില സമയത്ത് ഓക്കെ ചില സമയത്ത് ഇത് പിന്നെ ഓക്കെ കേൾക്കണില്ല. ഇപ്പൊ കേൾക്കുന്നില്ലേ? അപ്പൊ ഇപ്പൊ കേൾക്കാം. കേൾക്കുന്നുണ്ട്. മദ് ആരിൽ സുക്കൂൻ എന്നാണ്, മദ് ആരിൽ സുക്കൂൻ ജായിസ് എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. കാരണം എന്താണ്? ഇത് മുത്തസിലായിട്ടുള്ള മദ്ദാണ്. മുത്തസിലായിട്ടുള്ള മദ്ദിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? വാജിബാണ് അല്ലേ? കസ്ർ ചെയ്യാൻ അനുവാദമില്ല. അപ്പൊ ഇവിടെ മദ് ആരിൽ സുക്കൂൻ ജായിസ് എന്നാണ്. പക്ഷെ ഇതിന്റെ ഹുക്മിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഹർക്കത്ത് മിഖ്ദാറിൽ ഖദറിൽ ചെറിയൊരു മാറ്റമുണ്ട്. അർബ ഔ ഖംസ് വരൂല അല്ലെ? ഈ രണ്ടില്ല, പകരം 4, 5, 6 ഈ ഒരു കേസിൽ മാത്രം. അതായത് മദ് മുത്തസിലായിട്ടുള്ള മദ്ദിനെ ആരിലായിട്ട് വഖഫ് ചെയ്യേണ്ടി വന്നാൽ, മദ് മുത്തസിലായിട്ടുള്ള മദ്ദിനെ ആരിതായിട്ട് വഖഫ് ചെയ്യുമ്പോഴാണല്ലോ അത് ആരിതായിട്ട് മാറുന്നത്. അതല്ലെങ്കിൽ അത് മുത്തസിലായിരിക്കില്ല. നമ്മളത് വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി അങ്ങനെ പോവുകയാണെങ്കിൽ എന്തായി? അത് മുത്തസിൽ തന്നെ, അതിൽ മാറ്റമില്ല. ഇൻ കേസ് വഅൻസല മിനസ് സമാ എന്ന് വഖഫ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്തായത്? മദ് ആരിൽ സുക്കൂനായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ മാറുന്ന സമയത്ത് അവിടെ നമ്മൾ 2 എന്നുള്ള ആ ഒരു ഹർക്കത്ത് മിഖ്ദാർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പകരം 4, 5, 6 എന്ന ഹർക്കത്ത് പറയണം. ഓക്കെ അല്ലേ? ഇതില് മിനസ്സമാ എന്ന് പറയണ്ട അവസാനം. ഹംസക്ക് സുക്കൂനാണല്ലോ നൽകുക. ആ. അങ്ങനെ കൽക്കലയിലേക്ക് പോണ്ട. പക്ഷെ അത് കൽക്കലാവൂല. മീനസ്സമാ കൽക്കലയിലേക്ക് വരൂല ഹംസ. ഓക്കെ ഓക്കെ ഇതൊന്ന് ആരാ ഒന്ന് പാരായണം ചെയ്യാ? അലം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അസ്ഹാബിൽ അലം എന്നുള്ള അസ്ഹാബി അസ്ഹാബിൽ എന്ന് വെക്കാണ്ട അസ്ഹാബിൽ ഫീൽ. അസ്ഹാബിൽ ഫീൽ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഹ്സഫിൽ മഖൂൽ. എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് ശരിയാക്കി എടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഫീൽ എന്ന് പറയുന്ന ഫാ കസ്ര യാമദ് ശേഷം വരുന്ന ലാമിന് നമ്മൾ സുക്കൂന് നൽകിയിട്ട് അതെന്തായിട്ട് മാറുന്നുണ്ട്? മദ് ആരിലാണ്. ഒന്ന് ആരെങ്കിലും തെഹജ്ജ് ചെയ്യൂ, അടുത്ത വേറൊരാള് അൽ ഫീൽ എന്നുള്ളത് ഒന്ന് തെഹജ്ജ് ചെയ്യൂ. അൽ ഫീൽ മാത്രം വേറൊരാള് നമുക്കിത് കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക് കൂടി എടുക്കാണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഒരാൾ തെഹജ്ജ് ചെയ്തോളൂ. ലാം ഖമറിയ മുൽഹറ അൽ. മുൽഹറ അൽ. സോറി ലാം ഖമറിയ മുൽഹറ അൽ. ഒന്നുമില്ല. ലാം ഖമറിയ മുൽഹറ അൽ. പിന്നെ വേറെ ഇദ്ഗാം ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ പറയുന്നത്. ഇവിടെ ഇൽഹാർ അല്ലേ? ലാം ഖമറിയ മുൽഹറ അൽ. ഓക്കെ. പിന്നെ ഫാ കസ്ര മദ് ആരിൽ. ഫാ കസ്ര യാ മദ് ആരിൽ. ഫാ കസ്ര യാ മദ് ആരിൽ ലിസ്സുകൂൻ ജായിസ്. ഇസ്നൈൻ അർബ ഖംസ ഹറകാത്ത് ലാം സാക്കിന ഇൻദൽ വഖഫ്. ഓക്കേ ഖംസ അല്ല 6 ഹറകാത്ത്.
അപ്പൊ അവിടെ ലാമിനെ പറ്റി ഒന്നും പറയൂല. ലാം സാക്കിന പറഞ്ഞല്ലോ. ലാം സാക്കിന ലാം ഇന്ദൽ വഖഫ്. സാക്കിന. ആ ആ ലാം ആ സാക്കിന പറഞ്ഞു. അങ്ങളൊന്ന് പറഞ്ഞോടി അവസാനം അഞ്ചാമത്തെ പിന്നെ ഇതൊന്ന് തേജ് ചെയ്യങ്ങള് മൗക്കൂൽ. അങ്ങളൊന്ന് തേജ് ചെയ്യും. എനിക്ക് അറിയാം. മീം ശ്രദ്ധ മീം ഫത്ഹ പറഞ്ഞാൽ മതി. അത് പിന്നെ ഇത് മീം ഫത്ത് മീം ഫത്ഹ മാ അങ്ങനെ പറഞ്ഞാൽ മതി. ഷദ് തൽക്കാലം നമ്മൾ മാറ്റിയേക്കാം. അലിഫ് ഹംസ സുക്കൂൻ ആ ആ കാഫ് ലമ്മ ആ വാവ് മദ് ആ വാവ് മദ് ആരില് ആ ലിസുക്കു സുക്കൂൻ ആ ജായിസ് ഉം. അർബ ഇസ്നാൻ ഔ അർബ ഔ സിത്ത ഔ സിത്ത ഹർക്കാത്ത്. അർക്കാത്ത് ആ അർക്കാത്ത് ലാമില് പിന്നെ സാക്കിന ഇന്ദൽ വഖഫ്. ആ ലാം സാക്കിന ഇന്ദൽ വഖഫ് മഖൂൽ. ഇതേപോലെ തന്നെയാണ് മറ്റേതും. അവിടെ 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 ജായിസ് എന്ന് പറഞ്ഞോ. ഇല്ല പറഞ്ഞിട്ടില്ല ജായിസ്. ജായിസ് പറഞ്ഞിട്ടില്ലല്ലേ? ആ, ഓക്കെ ഓക്കെ. ഒന്നും കൂടി പറഞ്ഞു നോക്കി. കാഫ് ലൊമ്മ വാവ് മദ് ആരിൽ. ജായിസ് ഉം. ജായിസ് അല്ല കാഫ് ലൊമ്മ വാവ് മദ് മുതൽ പറഞ്ഞോളൂ. ഫസ്റ്റ് മുതൽ സുക്കൂൻ പറഞ്ഞു. കാഫ് ലൊമ്മ വാവ് മദ് മുതൽ പറഞ്ഞോളൂ. കാഫ് ലമ്മ വാവ് മദ് ഉം. ആരിത് ഉം. ലിൽ സുക്കൂന് ജായിസ് ഉം. രണ്ടോ സിനാൻ ഔ രണ്ടോ അർബ നാലോ ആറോ ഓർ ഹംസ ഹംസല്ല സിത്ത. സിത്ത സിത്ത ലാം ഹർക്കാത്ത്. സിത്ത ഹർക്കാത്ത്. സിത്ത ഹർക്കാത്ത് ആ പിന്നെ ലാം സാക്കിന. ലാമിൽ സാക്കിന ഇന്ദൽ വഖഫ്. ലാം സാക്കിന ഇന്ദൽ വഖഫ് മഖൂൽ. ഓക്കെ കിട്ടൂലേ? പ്രയാസമുണ്ടോ? അല്ല ഉസ്താദ്, ഒരു സംശയം ചോദിക്കട്ടെ. ആ മദ് ആര് എന്ന് പറയുമ്പോ എല്ലാ സ്ഥലത്തും ജായിസ് പറയണം അല്ലേ? ആ അതെ അതെ. കാരണം മദ് ആരിലിന്റെ ഹുക്മ ആരിൽ അങ്ങനെയാണ്. വന്നു കഴിഞ്ഞാൽ ജായിസായി. ജായിസാണ്. പക്ഷെ മദ് അപ്പൊ ഈ രണ്ടെണ്ണം സാധാരണ നമ്മൾ മദ് തബഈ പറയുമ്പോൾ നമ്മൾ ജായിസ് ഒന്നും പറയുന്നില്ലല്ലോ. ഇല്ലില്ല, മദ് തൊബീ ഒന്നും ഇല്ലല്ലോ. മദ് തൊബീ ഹർക്കത്തൈനാണല്ലോ. പക്ഷെ ഈ മദ് തൊബീക്ക് നമ്മൾ രണ്ട് ഇസ്നൈൻ ഹറക്കാത്ത് പറയുന്നുണ്ടല്ലോ. ആ പക്ഷെ അവിടെ ജായിസ് ഒന്നും നമ്മൾ പറയുന്നില്ല. അല്ല അത് ഇവിടെയും രണ്ടെണ്ണം ചെയ്യാലോ, പക്ഷെ എന്നാലും ഇവിടെ ജായിസ് എന്ന് പറഞ്ഞത് എന്താ? ജായിസ് കാരണം അത് 2 4 5 ആണ്. നിങ്ങൾക്ക് ജായിസ് എന്ന് പറഞ്ഞാൽ അനുവദനീയമാണ്. എന്ത് കസറ ചെയ്യാനും മദ് ചെയ്യാനും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ജായിസ് എന്ന് ഉദ്ദേശം. നിങ്ങൾക്ക് എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട്. മറ്റേ മദ് തൊബീക്ക് എന്തില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, രണ്ടേ ഉള്ളൂ. അപ്പൊ പിന്നെ അവിടെ ജായിസിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ജായിസ് ആയാലും വാജിബായാലും ലാസിമായാലും അത് പറയാൻ കാരണം എന്താണ്? ലാസിമാണ്, 6 നിർബന്ധമാണ് അവിടെ. രണ്ടാമത്തേത് സോറി. അപ്പൊ വാജിബാണ്. ഇവിടെ അതുകൊണ്ട് അർത്ഥാക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതെ അതെ അതെ. മറ്റേത് ഓപ്ഷൻസ് ഇല്ല. നമ്മൾ രണ്ട് തൊബീക്ക് വേറെ ഒന്നുമില്ല, രണ്ടേ ഉള്ളൂ. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഓക്കെ ഓക്കെ ഓക്കെ. ബറക്കല്ലാഹു ഫീ. ഇനി നിങ്ങൾ അവസാനത്തെ അന്നഈം ഒന്ന് തഹജ്ജ് ചെയ്യൂ. നിങ്ങളെല്ലാം ഇനി വേറെ ആരായാലും കുഴപ്പമില്ല. അന്നഈമി എന്നുള്ളത് വഖഫ് ചെയ്തുകൊണ്ടൊന്ന് തഹജ്ജ് ചെയ്യൂ. ആരാണ്? റഷീദ് സാഹിബാണ്. റഷീദ് സാഹിബ് ഇനി വേറെ ആരെങ്കിലും? വേറെ ആരും? ഹംസത്ത് വസലിൻ തസ്കുത്ത് വസലൻ നബ്ദഉ ബിഹാ അ ലാം ശംസിയ മുദ്അമ ബിനൂനിൽ മഫ്തൂഹ ബിനൂനിൽ മഫ്തൂഹ ബിഉന്ന ഹർക്കത്തൈൻ. ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞപ്പോ എന്തില്ല, ഈ ഇദ്ഗാം ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്തില്ല, നമ്മള് അൽ എന്നുള്ളത് അവിടെ കഴിഞ്ഞു. ലാം കമരിയ മുളഹറ അൽ, അത്രേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല.
ഇദ്ഗാം ചെയ്യുന്നത് കൊണ്ടാണ് ലാം ഇദ്ഗാം സാക്കിന വരുന്നോണ്ട് ഇവിടെ അത് പറയണം. അത് പറയുന്നത്. ഓക്കെ, ഇപ്പൊ അത് ആ രണ്ടിന്റെ ഡിഫറൻറ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മനസ്സിലായി. ഓക്കെ. അല്ല ഐൻ ഇവിടെ നൂനിന് ഉന്ന പറയണം. അപ്പൊ ആ നൂന് ഉന്ന പറഞ്ഞ പറയണം. ഉന്ന നൂന് ഉന്ന ചെയ്യുന്നുണ്ടല്ലോ. പറയാൻ കാരണം ലാമിനെ നൂനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ഗാം ചെയ്യുന്നത് കൊണ്ട് അവിടെ ഷദ് വന്നു. നോർമൽ കേസിൽ അവിടെ നൂനിന് ഷദ് ഇല്ല, പക്ഷെ ലാമിനെ ഇദ്ഗാം ചെയ്യുന്നത് കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നൂൻ ബി ഉന്ന എന്ന് പറയുന്നത്. നേരെ മറിച്ച് നൂനിന് ഷദ് പറയലില്ലല്ലോ. എങ്ങനെ ബാക്കിയുള്ള അക്ഷരങ്ങൾ വരുമ്പോഴേ ആ പിന്നെ ഉന്നന്റെ അല്ലാത്ത അക്ഷരങ്ങൾ വരുമ്പോ ഇപ്പൊ വേറെ ഏതെങ്കിലും അക്ഷരങ്ങളാണെങ്കിൽ ആ തായിൽ മഫ്തൂഹ ആ, റോയിൽ മഫ്തൂഹ എന്നൊക്കെയല്ലേ പറയുള്ളൂ ഷദ് ഉണ്ടെങ്കിലും. പക്ഷെ അല്ല, അവിടെ മീമിനും നൂനിനാണ് നമ്മളെ ഉന്ന നൂന് പറയുന്നത്. മാത്രമാണ് നമ്മൾ ഉന്ന പറയുന്നത്. ബാക്കിയുള്ളത് ആ ഒരു വിഷയം വരുന്നില്ല. ഷദ് ഓക്കെ, പറയുന്നില്ല. ഷദ് പറയാൻ ഇവിടെ നൂനും മീമും ഷദ് വന്നാൽ പറയട്ടാന്ന് ഞാൻ മാത്രമാണ്. ചോദിച്ചത്. അല്ല, കുഴപ്പമില്ല. നൂനും മീമിനും മാത്രമാണ് എന്തുള്ളത്, ഷദ് വന്നാൽ മണിക്കണം. മറ്റുള്ളതിന് ആ ഒരു നിയമമില്ല. അപ്പൊ അതുകൊണ്ട് ഈ നമ്മളിപ്പോ ഉന്ന അൽഹാഖു മുത്തഖാസുർ, വരുന്നോണ്ട് ഷദ് പറയണം അല്ലേ? ഒന്നാമത്തെ ആയത്തു അൽഹാഖു മുത്തഖാസുർ, അവിടെ ലാം ഷംസിയ മുദ്ഗമ ഫിത്താഇൽ മഫ്തൂഹ അത്ത, അത്രേ ഉള്ളൂ. അവിടെ ഷദ് നമ്മൾ പറയുന്നില്ല. അത് ഇല്ലല്ല, ഇദ്ഗാം അതെ. ചെയ്തതുകൊണ്ട് വന്ന ഷദ്ദാണ്. പക്ഷെ നൂനും മീമും അങ്ങനല്ല. അത് ഉന്നയോട് കൂടി പറയണം ഉന്ന എന്നുള്ളത് വരുന്നത് അല്ലേ? ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ അത് ഉൾപ്പെടുത്തുന്നത്. കുഴപ്പമില്ല, നല്ല ചോദ്യമാണത്. അങ്ങനെ ചോദിക്കണം. അൽഹംദുലില്ലാ, ശുക്രൻ. ഓക്കെ. ബാക്കി പറഞ്ഞോളൂ റഷീദ് സാഹിബ്. ഓക്കെ. ഐൻ കസ്ര. ഐൻ കസ്ര യാ മദ് മദ് ആരിദ് ലിസുക്കൂൻ ലാസിം لا جايز ഇസ് جايز جايز لا സോറി ജായിസ് ഇസ്നൈൻ അർബഅ ഖംസ لا خمسة വേണ്ട, സിത്ത സിത്ത ഹർക്കത്ത്. ഹർക്കാത്ത്. ഖംസ വേണ്ടല്ലേ? ഹംസ വരുന്നത് നമ്മൾ പിന്നെ മുത്തസിലായ മദ്ദിനെ എന്താക്കുമ്പോഴാണ്, പറയുമ്പോഴാണ് 4 5 6 എന്ന് പറയുന്നത്. നോർമൽ കേസിൽ പറയുമ്പോൾ 2 4 5 6 പറഞ്ഞാൽ മതി. 5 പറയണ്ട, 2 4 2 6. 4 6. ഓക്കെ. മുത്തസിലാണെങ്കിൽ 4 5 6. ഇസ്നൈൻ അർബഅ ഔ സിത്ത ഹർക്കത്ത്. മീം. മീം സാക്കിന ഇൻദൽ വഖഫ്. ഓക്കെ ഓക്കെ, ഒന്ന് എടുത്ത് ഓതിക്കാളി. ഓതണോ? ആ لتسألن يومئذ عن النعيم. ഓക്കെ 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 ഓക്കെ. ഇനി നമുക്ക് നോക്കാം മദ് ഫറഈ അല്ലെ. ഫറഈ ആയിട്ടുള്ള മദ്ദുകൾ ഏതൊക്കെയായിരുന്നു എന്ന് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഓർക്കുണ്ടോ മദ് ഫറഈ ആയിട്ടുള്ള മദ്ദുകൾ? ഓരോ നിങ്ങൾ മദ് മുത്തസിലും മദ് മദ് മുത്തസിൽ വാജിബ് ഒന്ന്, പിന്നെ മുൻഫസിൽ മുൻഫസിൽ ജായിസ്, പിന്നെ ലാസിം, മദ് ലാസിം, പിന്നെ ഇപ്പൊ നമ്മൾ പഠിച്ചത് മദ് ആരിൽ സുക്കൂൻ. പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു മദ് സില കുബ്ര അല്ലേ? ഓക്കെ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, മദ്ദുല്ലീൻ. അത് നമ്മൾ പഠിച്ചിട്ടില്ല, മദ്ദുല്ലീന്. ഓക്കെ, നമുക്ക് ലീനിലേക്ക് പോവാം. ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോഫ്റ്റ് അല്ലേ, മൃദുവായത് എന്നാണ് അതിൻ്റെ അർത്ഥം. മൃദുവായ ദീർഘം എന്നൊക്കെ പറയാം. മൃദുവായ ദീർഘം അല്ലെങ്കിൽ സോഫ്റ്റ് മദ്, അതാണ് ലീൻ എന്ന് പറഞ്ഞാൽ. ലീൻ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ്, മൃദുവായിട്ടുള്ള, അതാണ്. എന്താണെന്ന് നോക്കാം. അതിന്റെ മുമ്പേ നമുക്ക് പഠിക്കേണ്ടത് ഇതാണ്, ഹർഫുൽ ലീൻ. എന്താണ് ഹർഫുൽ ലീൻ? ആർക്കെങ്കിലും അറിയോ എന്താണ് ഹർഫുൽ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളെ കൂട്ടത്തിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഹർഫുൽ ലീൻ? അതായത് സോഫ്റ്റ് ഹർഫ് ഏതാണെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ. ലീൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്, മൃദു, ലീനായിട്ട്. യാന്റെ വാവിന്റെ ഒക്കെ മേലെ വരുന്നേ. യാന്റെ വാവിന്റെ മേലെ വരുന്ന പറയണ അലിഫ്, അലിഫ് മദ്. അലിഫ് മദ്ദോ? യാന്റെ മേലും വരുന്ന അലിഫ് മദ് അല്ല, അലിഫ് ചെറിയൊരു കുഞ്ഞലിഫ്. അതിനെ നമ്മൾ അലിഫ് ലയ്യന എന്ന് വിളിച്ചു. അലിഫ് ലയ്യന അല്ലെങ്കിൽ അലിഫ് മുസഗറ എന്ന് പറയും, സഗീർ, ചെറിയ അലിഫ് എന്നൊക്കെ പറയും. അതല്ല, വാവും യാവും എന്നാണ്. പിന്നെ ഹർഫുൽ ലീനിന്റെ ഹർഫുകൾ വാവും യാവും എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഫത്ഹയാണ് അല്ലേ? ശേഷം സുക്കൂനുള്ള വാവ് വരികയാണെങ്കിൽ ആ വാവിന്, അതായത് ഒരു വാക്കില് വാവ് സുക്കൂനുള്ള വാവിന് തൊട്ട മുമ്പുള്ള
ഹർഫിന് ഫത്ഹയാണെങ്കിൽ ആ വാവിനെ ഹർഫു ലീൻ എന്ന് പറയും. ഓക്കെ. അതേപോലെ തന്നെ യാ, സുക്കൂനുള്ള യാ, അതിൻ്റെ തൊട്ട മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അക്ഷരം കഴിഞ്ഞിട്ടാണ് യാ സുക്കൂന്. ആ ഹർഫിന് ഫത്ഹയാണെങ്കിലും ആ യാ എന്താണ്? ഹർഫു ലീനാണ്. അപ്പം എങ്ങനെയാണ് മദ്ദു ലീനാവുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഹർഫുല്ലീൻ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലായോ? മനസ്സിലായിട്ടില്ല ഉസ്താദേ, കൺഫ്യൂഷൻ ആണ്. ഇത് നോക്കൂ, യാഇന് ഫത്ഹ, വാവ് സുക്കൂന്. യാഇന് ഫത്ഹ വന്നു, വാവിന് സുക്കൂന് വന്നു. അപ്പം ഇതിൽ നമുക്ക് വാവിന്റെ ഒരു പേര് നൽകാം. എന്താണ്? ഹർഫുൽ ലീനാണത്. ഫത്ഹക്ക് ശേഷം വരുന്ന വാവിന് സുക്കൂനാണെങ്കിൽ ആ വാവിനെ നമുക്ക് ഹർഫുൽ ലീൻ എന്ന് പറയാം. ഓക്കെ. അതായത് ഈ സുക്കൂൻ നമ്മള് ഹർഫുൽ ലീൻ എന്ന് പറയുന്നപ്പോ, അതായത് ഫത്ഹക്ക് ശേഷം വരുന്ന യാ ഫത്ഹയായിരിക്കണം. യാ സുക്കൂന്, വാവ് സുക്കൂന്. അതിന്റെ തൊട്ട മുമ്പുള്ള ഹർഫിന് ഫത്ഹയാണെങ്കിൽ ആ വാവ് സുക്കൂനും യാ സുക്കൂനും പറയുന്ന പേരാണ് ഹർഫുൽ ലീൻ. മൃദുവായ വാവ് അല്ലെങ്കിൽ മൃദുവായ യാ എന്നൊക്കെ പറയാം. മനസ്സിലായല്ലോ? അപ്പൊ ഹർഫുൽ ലീൻ എന്താന്ന് മനസ്സിലായില്ലേ? ഓക്കെ, റെഡി അല്ലേ? ഇനി എങ്ങനെയാണ് അത് മദ് സംഭവിക്കുന്നത് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച മദ് ആരിൽ പോലെ തന്നെ മദ് ലീൻ. എന്താ സാർ ഇതിലെ വ്യത്യാസം ഇപ്പൊ എന്താ? എനിക്കിപ്പോ അത് വാവ് സാക്കിനാന്ന് പറഞ്ഞൂടെ? വാവ് സാക്കിന പറയാ. വാവ് സുക്കൂൻ എന്നാണ് നോർമൽ കേസിൽ. ഇത് വാവ് സുക്കൂൻ, യാ ഫത്ഹ യാ വാവ് സുക്കൂൻ, യൗ ഫത്ഹ അങ്ങനെ തന്നെയാണ്. വാവ് സുക്കൂൻ അല്ലെ യാ സുക്കൂൻ എന്ന് പറഞ്ഞാൽ പോരെ? അതെ, അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനറിയപ്പെടുന്നത് ഹർഫുൽ ലീൻ എന്നാണ്. ഫത്ഹക്ക് ശേഷം വരുന്ന സുക്കൂനുള്ള വാവിനെയും ഫത്ഹക്ക് ശേഷം വരുന്ന സുക്കൂനുള്ള യാനെയും എന്താണ്? ഹർഫുൽ ലീൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പറയുന്നില്ല, പക്ഷെ അത് അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഓക്കെ. ഇനിയിപ്പം മദ് ലീനാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഖുറൈശിൻ എന്നാണ് അല്ലേ? റാഇന് ഫത്ഹ, യാഇന് സുക്കൂന്. റാഇന് ഫത്ഹ, യാഇന് സുക്കൂൻ. അപ്പൊ അത് എന്ത് യാ ആയിട്ട് മാറി? മദ് ലീൻ അല്ലേ? മദ് ലീൻ അല്ല, ഹർഫുൽ ലീൻ അല്ലേ? ഹർഫുൽ ലീനാണ്. പക്ഷെ ഷീനിന് തൻവീനാണ്. ആ ഷീനിന് തൻവീനിന് പകരം നമ്മൾ സുക്കൂന് നൽകിയിട്ട് അവിടെ നിർത്തുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാണ്? ഒരു പുതിയ മദ് വരാണ്. ആ മദ്ദിന് പറയുന്ന പേരാണ് സോഫ്റ്റ് മദ്, മദ്ദുല്ലീൻ. ഖുറൈശിൻ എന്ന് പറയുകയാണെങ്കിൽ മദ്ദുല്ലീൻ അല്ല, ഹർഫുൽ ലീനാണ്. യാ സുക്കൂന് ഹർഫുൽ ലീനാണ്. പക്ഷെ മദ് സംഭവിക്കുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫത്ഹ, യാ സുക്കൂന്, പിന്നെ വരുന്ന ഷീനിന് വഖഫ് ചെയ്യുന്നതിന് വേണ്ടി സുക്കൂന് നൽകുകയാണെങ്കിൽ അവിടെ ഒരു പുതിയ മദ് സംഭവിക്കും. ആ മദ്ദിന്റെ പേരാണ് മദ്ദുല്ലീൻ. കൺഫ്യൂഷൻ വരുന്നില്ലല്ലോ? മറ്റേത് ഒപ്പരം പറഞ്ഞത് കൊണ്ട് ആരിൽ എങ്ങനെയാണ്, മദ്ദുല്ലീൻ എങ്ങനെയാണ് എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ. എന്താ സംശയം ഉണ്ടോ? ഇങ്ങോട്ട് നോക്കൂ നിങ്ങൾ. വസ്വൈഫി എന്നുള്ളത് സ്വാദിന് ഫത്ഹ വന്നു, ഷദ്ദ ഫത്ഹ, യാ വന്നു, സുക്കൂനാണ്. അപ്പൊ അത് ഹർഫുൽ ലീനാണ്. പിന്നെ ഫാഇന് കെസ്റയാണ്. പക്ഷെ വസ്വൈഫ് എന്ന് നമ്മൾ സുക്കൂന് നൽകി വഖഫ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറാണ്? ഒരു മദ് സംഭവിക്കുകയാണ്. വസ്വൈഫ് എന്നല്ല പറയുന്നത്, വസ്വൈഫ് ഖുറൈശ്. മനസ്സിലായോ? ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഹർഫുല്ലീന് ആയി തീരണമെങ്കിൽ ഈ ഒരു കണ്ടീഷനും കൂടി ഉണ്ടോ? വഖഫ് ചെയ്ത് സുക്കൂനിൽ വഖഫ് ചെയ്യണം കൂടി ഉണ്ടോ? ഇല്ല, സുക്കൂൻ അതായത് ഹർഫുൽ ലീനിന് ശേഷം, അതായത് ആദ്യം നമ്മൾ ഹർഫുൽ ലീൻ എന്താന്ന് മനസ്സിലാക്കണം. അതിനാണ് ആദ്യം ഹർഫുൽ ലീൻ പറഞ്ഞത്. ഹർഫുൽ ലീനിന് ശേഷം വരുന്നേ വാക്കിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ, അല്ലാണ്ട് ഇപ്പൊ നേരത്തെ നമ്മൾ ജസ്റ്റ് ഞാൻ ബാക്കോട്ട് അടിക്കുകയാണ്. ഇവിടെ യൗമ ഇതിൻ എന്നുള്ള യൗമ ഇത് എന്ന് പറയുന്നിടത്ത് എന്തില്ല? പിന്നെ മദ് ലീന് സംഭവിക്കുന്നില്ല. യൗമ് എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ അതെന്താവും? അൽ ഗൈബ് എന്ന് പറയുകയാണെങ്കിൽ അത് മദ് സംഭവിക്കും. അല്ലെങ്കിൽ അവിടെ മദ്ദില്ല. അതായത് പിന്നെ വഖഫ് ചെയ്യുമ്പോഴാണ് മദ് ലീന് സംഭവിക്കുന്നത്
ഹർഫുൽ ലീനിന് ശേഷം വരുന്ന ഹർഫിന് സുക്കൂന് നൽകി വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പുതിയ മദ് വരികയാണ്. ആ മദ്ദിന്റെ പേരാണ് മദ്ദുല്ലീൻ. മദ്ദുല്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർഫുൽ ലീനിന് ശേഷം സംഭവിക്കുന്നത് കൊണ്ടാണ്. ഹർഫുൽ ലീനിന് ശേഷം വരുന്ന ഹർഫിന് സുക്കൂന് നൽകി വഖഫ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു പുതിയ മദ് വരും. അതിനെ കൊണ്ടാണ് ആ മദ്ദിന് എന്ത് സംഭവിക്കുന്നു, മദ്ദിന്റെ പേര് മദ്ദുല്ലീൻ എന്ന് പറയുന്നത്. നേരത്തെ മദ് ത്വബീ ആയിട്ടുള്ള മദ്ദിനാണ് എന്ത് ചെയ്തത്, സുക്കൂന് നൽകി. ത്വബീയോ അല്ലെങ്കിൽ മുത്തസിലോ ആയ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ഹർഫിന് സുക്കൂന് നൽകിയിട്ട് വഖഫ് ചെയ്യുമ്പോഴാണ് മദ് ആരിൽ സംഭവിച്ചത്. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹർഫുൽ ലീനിന് ശേഷം വരുന്ന ഹർഫിന് സുക്കൂന് നൽകിയിട്ട് വഖഫ് ചെയ്യാണ്. അതായത് ഫത്ഹ സുക്കൂന് സുക്കൂന്. മനസ്സിലായില്ലേ? വസ്വൈഫ് എന്ന് പറയുന്നത് ഒരു ഫത്ഹ ഉണ്ട്, യാന് സുക്കൂനാണ്, കെസ്രയാണ്, പക്ഷെ വഖഫ് ചെയ്യാൻ വേണ്ടി സുക്കൂന് നൽകുന്നു. അപ്പൊ അത് വസ്വൈഫ്, അൽ ബൈത്ത്, ഖുറൈശ്, ഖൗഫ്. കിട്ടിയോ നിങ്ങൾക്ക്? എന്തെങ്കിലും കൺഫ്യൂഷൻ, സംശയം, കാര്യങ്ങൾ എന്തുണ്ടോ? സമയം 10 കഴിഞ്ഞിരിക്കുന്നു തോന്നുന്നു അല്ലേ? മനസ്സിലായി. അതുകൊണ്ടാണ് കാര്യങ്ങള് യൗമെന്നൊക്കെ ഓതുമ്പോ യൗം അല്ലേ? അതെ, നീട്ടുന്നത് ബൈത്ത് യൗം എന്നൊക്കെ നീട്ടാൻ കാരണം അതാണ്. മദ്ദുല്ലീനാണ്. സിമ്പിൾ ആണ്, ഇത് വലിയ വിഷയമൊന്നുമില്ല. ഹർഫുൽ ലീനിന് ശേഷം വഖഫ് ചെയ്യുക. ഹർഫുൽ ലീനിന് ശേഷം വരുന്ന ഹർക്കത്തിൽ സുക്കൂന് നൽകി വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പുതിയ മദ് സംഭവിക്കും. നേരത്തെ പറഞ്ഞ അതേ നിയമം, റൂൾസ് ഒക്കെ തന്നെയാണ്. ജായിസ് ആണ്. 2, 4, 6 ദീർഘം നൽകിയിട്ട് ഉച്ചരിക്കുക. ഈ യാഉ വാവിനു ശേഷം, അതായത് ഫത്ഹ സുക്കൂന് സുക്കൂനാണ് കേട്ടോ. ആ രണ്ടാമത്തെ സുക്കൂൻ എന്താണ്, വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സുക്കൂന് നൽകാണ് കേട്ടോ. അല്ലാണ്ട് സുക്കൂന് വരുന്നില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഖുറൈഷിൻ എന്നാണ് അവിടെ നമ്മൾ വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കുകയാണ്, ഷീനിന് സുക്കൂൻ നൽകി. അപ്പൊ അത് ഖുറൈഷ്. വസ്വൈഫ് എന്നുള്ള വസ്വൈഫി എന്നാണ് അവിടെ ഫാവിന് സുക്കൂന് നൽകാണ്. അപ്പൊ വസ്വൈഫ്, അൽ ബൈത്ത്. ഇനിയിപ്പോ ഒരാൾക്ക് അൽ ബൈത്ത് എന്ന് രണ്ടാക്കിയിട്ട് കൊടുക്കാട്ടോ. ഞാൻ അതിന്റെ തഹജി പറയാം. ഖുറൈഷ് എന്നുള്ളതിന്റെ തഹജി നിങ്ങൾ നോക്കൂ. യാ മദ് ലീൻ, യാ മദ് ലീൻ, യാ മദ് ലീൻ ജായിസ്, ഇസ്നാൻ ഔ അർബ ഔ സിത്ത ഹർക്കാത്ത്, ഷീൻ സാക്കിന ഇൻദൽ വഖഫ്. ഇത്രയേ ഉള്ളൂ. നേരത്തെ പഠിച്ചതിന്റെ അതേ സംഭവമാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് മദ്ദിന് ശേഷമാണ് എങ്കിൽ ഇവിടെ എന്താണ്, യാ സുക്കൂനോ വാവ് സുക്കൂനോ, യാ സുക്കൂനോ വാവ് സുക്കൂനോ എന്ന് പറയാൻ പറ്റില്ല. ഹർഫുൽ ലീനിന് ശേഷം വരുന്ന ഹർഫിന് സുക്കൂന് നൽകി വഖഫ് ചെയ്യുകയാണെങ്കിലാണ് മദ് ലീന് സംഭവിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. യാ മദ് അല്ല, സുക്കൂനുള്ള യാന് ശേഷം എന്നല്ല പറയേണ്ടത്, ഹർഫുൽ ലീൻ ആയിരിക്കണം. ഏതെങ്കിലും, അതായത് ഫത്ഹ ഉള്ള അക്ഷരം ഇല്ലാത്ത ഏതെങ്കിലും ഹർഫിന് കൊണ്ടുപോയിട്ട് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഈ നിയമം അപ്ലിക്കബിൾ അല്ല എന്ന് ഓർത്തു വെക്കണം. ഇവിടെ യാവിനും വാവിനും മാത്രം സുക്കൂന് വന്നാല് അല്ലെ? യാവിനും വാവിനും സുക്കൂന് വരുന്നത് മാത്രമല്ല, യാവിന്റെ വാവിന്റെ മുമ്പിലുള്ള ഹർഫിന് ഫത്ഹ ആയിരിക്കണം. മുമ്പിലുള്ളത്. അതെ, ഇപ്പൊ റാവിന് ഫത്ഹ, പിന്നെ യാവിന് സുക്കൂന് വന്നു അല്ലെ? അങ്ങനത്തെ കേസിൽ. അല്ലാണ്ട് റാവിന് വേറെന്താ പിന്നെ ഹർക്കത്താണ്, യാവ് സുക്കൂന് വന്നാൽ അത് മദ് ലീൻ ആവുന്നില്ല. അതിലിപ്പോ ഈ യാവ് മദ് ലീന് ജായിസ് എന്ന് പറഞ്ഞത് യാവിന്റെ അവിടുന്ന് തൊട്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. അതായത് യാവിനാണ് അവിടെ മദ് വരുന്നത്, നീട്ടിന് ഖുറൈശ് എന്നുള്ള. ആ മദ്ദിന്റെ പേര് തന്നെ ലീൻ എന്നാണല്ലോ. ഹർഫുൽ ലീനിന് ശേഷം ഇങ്ങനെയാണ് വരുന്നത്. ഹർഫുൽ ലീനിന് ശേഷം വരുന്ന ഹർക്കത്തിന് സുക്കൂന് നൽകി വഖഫ് ചെയ്യുകയാണെങ്കിലാണ് മദ് ലീനായിട്ട് മാറുന്നത്. അപ്പൊ അവിടെ ലീനാണ് വരുന്നത്. ലീൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് എന്നുള്ളതാണ്. അതൊരു പിന്നെ ഒരു സ്വഭാവമായിട്ട് കൂട്ടാം അതിന്റെ. യാ മദ് ലീൻ ജായിസ്, ഇസ്നാൻ ഔ അർബ ഔ സിത്ത ഹർക്കാത്ത്, ഷീൻ സാക്കിന ഇൻദൽ വഖഫ്. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. പക്ഷെ നേരത്തെ മദ് ആരിന്ന് പറഞ്ഞതിന് പകരം ഇവിടെ മദ് ലീൻ ആവുന്നേ ഉള്ളൂ. പിന്നെ ഇത് യാവും വാവും മാത്രമാണ് വരിക. യാ മദ് ലീന്, വാവ് മദ് ലീന്, ഇത് രണ്ടേ വരുള്ളൂ. ഓക്കെ, നമുക്ക് ഒരു സൂറത്ത് പാരായണം ചെയ്ത് നോക്കാം. സൂറത്ത് ഖുറൈശ്. ഇതിന്റെ വഖഫ് കംപ്ലീറ്റ് എന്താണ്, മദ് ലീനാണ്. മദ് ലീനാണ്. ഇതാരാ പാരായണം ചെയ്യുന്നു? ആരാ പാരായണം ചെയ്യുന്നു?
بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع جوع وآمنهم من خوف. ആ അല്ലദീ അത്അമഹും മിൻ ജൂഇൻ എന്നുള്ളടത്ത് വഖഫ് ചെയ്യാൻ എങ്ങനെയാ വരിക? എന്താ വരിക? എന്ത് സംഭവിക്കും? من جوع എന്താ അവിടെ എന്ത് മദ്ദാണ്? عدد السكون വാവല്ലേ? വാവല്ലേ? عدد മദ്ദലീന? عدد السكون എന്ത് സംശയമുണ്ടോ? ഓതിയാക്ക് എന്തോ സംശയമുണ്ടോ? ബാക്കിയുള്ളവരൊക്കെ പറയണ്ട ഓതിയാക്ക് എന്തോ സംശയമുണ്ട് തോന്നുന്നു. മദ് ലീനാണോ അത്? മിൻജൂ അവിടെ ഒരു സുക്കൂന് കാണുന്നില്ല. അല്ല അല്ല ലീനല്ല. ലീനല്ല പിന്നെന്താണ്? ആരിലായി മദ് ആരിൽ സുക്കൂനാണ് അവിടെ വഖഫ് ചെയ്യാണെങ്കിൽ. അല്ലെങ്കിൽ മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. 2 4 6. ഓക്കെ. ഒന്നാമത്തെ ആള് ഈ ഖുറൈശ് ഒന്ന് തഹജ്ജ് ചെയ്യൂ. ആരോ ഒരാള്. ഞാൻ ചെയ്യാം. ചെയ്തോളൂ. ഖാഫ് ളമ്മ ഖു ആ റോ ഫത്ഹ മുറക്കക മുറക്കക്കെ. അല്ല മുഫഖമ ഖുറ യാ മദ്ലീൻ യാ മദ്ദിലീൻ ജായിസ് ഇസ്നാനി ഔ അർബ ഔ സിത്ത ഹർക്കാത്ത് ഷീൻ സാക്കിന ഇൻദൽ വഖഫ്. ഓക്കെ വെരി ഗുഡ്. അൽഹംദുലില്ലാ. ഓക്കെ അടുത്ത ഇത് വസ്വൈഫി എന്നുള്ള ഒന്ന് അടുത്ത ഒരാൾ തഹജ്ജ് ചെയ്യൂ. واو فتحة و همزة وصل تسقط وصلا نبدأ بها لا لام الشمسية مدغمة في الصاد المفتوحة مفخمة ഓക്കെ വെരി ഗുഡ്. وسطى يا യാ മദ്ലീൻ يا يا مدلين جائز اثنان أو أربعة أو ستة حركات فاء ساكنة عند الوقف ഓക്കെ والصيف വെരി ഗുഡ്. അടുത്ത ആരാണ്? അൽ ബൈത്തി ആരാണ്? അൽ ബൈത്തി ആരാണ് തഹജ്ജ് ചെയ്യുന്നത്? البيت همزة وصل تسكت وصلا نبدأ بها لام قمرية مظهرة با فتحة با البا يا مد يا مد لين جائز اثنين أربعة أو ستة حركات تاء ساكنة عند الوقف. ഒന്ന് ഓതിക്കാളി. فليعبدوا رب هذا البيت. ഓക്കെ വെരി ഗുഡ്. അൽഹംദുലില്ലാ. ഞാൻ അടുത്ത ഖൗഫിൻ എന്നുള്ളത് ആരൊന്ന് തഹജ്ജ് ചെയ്യൂ. ഖാ ഫതഹ മുഫഖമ ഖാ വാവ് മുദ്ദിലീൻ ജായിസ് ഇസ്നാൻ അർബഅ സിത്ത ഹർക്കാത്ത് ഫാവ് സാക്കിന ഇൻദൽ വഖഫ്. ഓക്കെ. ഇന്ന് നമ്മൾ 2 മദ്ദുകളെയാണ് പഠിച്ചത്. മദ് ആരിൽ ലി സുക്കൂൻ, അതായത് മദ്ദിന് ശേഷം വരുന്ന ഹർഫിൽ സുക്കൂന് നൽകി വഖഫ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്ന ഒരു താൽക്കാലിക മദ് എന്ന് പറയാം, മദ് ആരിലിന്. പിന്നെ ഇന്ന് രണ്ടാമത് പഠിച്ചതാണ് മദ്ദുല്ലീൻ, അതായത് ഹർഫുൽ ലീനിന് ശേഷം സംഭവിക്കുന്ന ഹർഫുൽ ലീനിന് ശേഷം വരുന്ന ഹർഫിന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പുതിയ മദ് സംഭവിക്കും. ആ മദ്ദിന്റെ പേരാണ് മദ്ദുല്ലീൻ എന്ന് പറയും. ഇതിന്റെ ഹുക്മ് രണ്ടും സെയിം തന്നെയാണ്. എന്താണ്? പിന്നെ ജായിസ് ഇസ്നാൻ അവർബ സിത്ത ഹർക്കാത്താണ്. അതിൽ മദ് ആരിൽ സുക്കൂനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുത്തസിലായിട്ടുള്ള മദ്ദിനെ വഖഫ് ചെയ്യുന്ന സമയത്ത് 2 എന്നുള്ളത് മാറ്റിയിട്ട് 4 5 6, കാരണം മദ് മുത്തസിലിന് ലേശം പ്രയോറിറ്റി കൂടുതലുള്ള മദ്ദാണ്, വാജിബായിട്ടുള്ള മദ്ദാണ്. അതുകൊണ്ട് അതിനെ ജായിസ് പറഞ്ഞാലും കസറിന്റെ 2 പറയാണ്ട് 4 5 6 എന്ന് പറയണം. ഇത് മാത്രമേ അതിൽ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മൾ പാരായണം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ മുത്തസിലായിട്ടുള്ള മദ് വഖഫ് ചെയ്യുമ്പോൾ
4 അതായത് നീട്ടിയിട്ട് തന്നെ വഖഫ് ചെയ്യാം. നേരെ മറിച്ച് മുൻഫസിൽ അല്ലെങ്കിൽ സാധാരണ തൊബിയായിട്ടുള്ള മദ് നമ്മൾ മദ് ആരിലായിട്ട് വഖഫ് ചെയ്യുമ്പോൾ രണ്ടിലും നമുക്ക് വഖഫ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ ആണോ നിങ്ങളെല്ലാവരും? ഈ മദ് ആരിലിന്റെ റൂള് മദ് ലാസിമിന് വരില്ല? മദ് ആരിലിന്റെ റൂള് ഇല്ലല്ലോ. മദ് ലാസിം നിർബന്ധം സിത്ത ഹർക്കാത്താണ്. മദ് ലാസിം സിത്ത ഹർക്കാത്താണ്. ലാസിം സിത്ത ഹർക്കാത്ത്. ആ അൽ ഹാഖ എന്ന് പറയുമ്പോ അതെ, അത് സിത്ത അവിടെ ആറ് ഹർക്കാത്ത്. ഓൾറെഡി അവിടെ വേറെ ഒന്നുമില്ല. അത് നിർബന്ധമായിട്ട് അൽ ഹാഖ എന്ന് നിർബന്ധമാണ്. ആ 6 ദീർഘം കൊടുക്കല്. അക്വൽ മുദൂദു ലാസിം എന്നാണ്. മദ്ദുകളിൽ ഏറ്റവും വലിയ ആള് ആരാണ്? ലാസിമാണ്. മദ് ലാസിം. ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് 2ഉം 4ഉം ഒക്കെ ബാക്ക് കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് പറയുന്നത്. പക്ഷെ ലാസിം വേറെ എക്സ്ക്യൂസ് ഒന്നുമില്ല, 6 തന്നെ. ഇപ്പൊ മുത്തസിലാണെങ്കിലും വാജിബാണെങ്കിലും 4ഓ 5ഓ ആണ്. പക്ഷെ ഇതെന്താണ്? ലാസിം 6 തന്നെയാണ്, വേറെ ഒരു എക്സ്ക്യൂസും ഇല്ല. ഇതില് പുസ്തകം പറഞ്ഞ മദ് മുത്തസിൽ വരുമ്പോ നമ്മൾ തഹജ്ജിന് മദ് മുത്തസിൽ എന്ന് പറയുന്നു വേണ്ട, മദ് ആരിൽ സുക്കൂൻ തന്നെ പറഞ്ഞാൽ മതി. ആര് തന്നെ അതൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഹറക്കാത്ത് പറയുമ്പോ രണ്ടും ഒഴിവാക്കാം, 4ഓ 5ഓ 6ഓ. കാരണം മുത്തസിൽ എന്ന് പറഞ്ഞ പദവി കുറച്ച് കൂടുതലുള്ള ഒരാളാണ്, നമ്മൾ അതിനെ ഡിഗ്രേഡ് ചെയ്യണ്ട. അപ്പൊ അതിനെ കൊണ്ട് 2 ഒഴിവാക്കിയിട്ട് 4ഓ 5ഓ പാരായണം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. മുത്തസിലായതിന് നമ്മൾ 2ലേക്ക് കൊണ്ടുപോകരുത്. ആരിതായതുകൊണ്ട് അതിനെ 2ലേക്ക് കൊണ്ടുപോകരുത്. അതിനെ മറ്റേത് തന്നെ രീതിയിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.